And some big domestic updates now coming in straight from the state of Kerala. In fact, Kerala has now confirmed its second Mpox, which is monkeypox case, with a 26-year-old youth from Ernakulam testing positive for the virus. Monkeypox അല്ലെങ്കിൽ എംപോക്സ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് എംപോക്സ് അല്ലെങ്കിൽ മങ്കിപോക്സ്? സ്മാൾ പോക്സ് അല്ലെങ്കിൽ വസൂരി പോലുള്ള ഒരു രോഗാവസ്ഥയാണിത്. പക്ഷേ അത്രയും ഡേഞ്ചർ അല്ല. സ്മാൾ പോക്സ് നമ്മൾ നേരത്തെ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. പക്ഷേ എംപോക്സ് എന്ന ക്ലാഡ് 1B ആണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് എംപോക്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1958 ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ആദ്യമായി വൈറസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എംപോക്സ് അല്ലെങ്കിൽ മങ്കിപോക്സ് എന്ന് വിളിപ്പേരും വന്നത്. 1970 കോങ്കോയിലാണ് മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തുന്നത്. അതും 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിലാണ്. അതിനുശേഷം പല ആഫ്രിക്കൻ കൺട്രീസിലും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ WHO ഇതിനെ ഒരു ഗ്രേഡ് 3 മെഡിക്കൽ എമർജൻസിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏകദേശം 110 രാജ്യങ്ങളിൽ ഇത് സ്പ്രെഡായി. ഇന്ത്യയിലും 2 കേസ് റിപ്പോർട്ട് ചെയ്തു. അതിലൊന്ന് കേരളത്തിലാണ്. ക്ലോസ് കോൺടാക്റ്റിലൂടെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. ഇനി എംപോക്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീവർ, ഹെഡ് ഏക്ക്, ടയേർഡ്നെസ്, മസിൽ പെയിൻ, ബാക്ക് പെയിൻ, കഴല വീക്കം, സ്കിൻ റാഷസ്, അതായത് ഫ്ലൂയിഡ് നിറഞ്ഞ വലിയ കുമിളകൾ ശരീരത്തിൽ കാണാൻ തുടങ്ങും. ഏകദേശം 2 മുതൽ 4 ആഴ്ച വരെ എടുക്കും ഇതൊക്കെ കുറഞ്ഞു തുടങ്ങാൻ. മിക്കവാറും പേഷ്യൻസിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ ചിലരിൽ ന്യൂമോണിയ, അപസ്മാരം പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും മരണപ്പെടുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം. PCR ടെസ്റ്റിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. കൂടാതെ സ്കിൻ റാഷസിൽ നിന്നും സ്വാബ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും ഇത് കണ്ടെത്താൻ സാധിക്കും. ചിലരിൽ ഇതിൻ്റെ കൂടെ മറ്റുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൂടെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് നിലവിലില്ല. പക്ഷേ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതും കൂടുതലായി സ്പ്രെഡ് ആവുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വാക്സിൻ നൽകുന്നത്. ഇതിനി എങ്ങനെ തടയാമെന്ന് നോക്കാം. രോഗം സംശയിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. ഹാൻഡ് ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. സിക്കായിട്ടുള്ള അനിമൽസിൽ നിന്നും അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയ നിവാരണത്തിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.